ഏത്തക്ക പച്ചടി കഴിച്ചിട്ടുണ്ടോ? അപ്പം നമുക്കിന്നൊരു ഏത്തക്ക പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഏത്തക്ക, നല്ല പഴുത്ത ഏത്തക്ക ഒരെണ്ണം എടുത്തു. പിന്നെ ഞാൻ ചെറുള്ളി 3-4 വേണം, അതിന് പകരം ഞാൻ ചെറുള്ളി എന്നും പറയാം. 2 ഉള്ളി എടുത്തു, 3-4 അല്ലി വെളുത്തുള്ളി എടുത്തു, 2 പച്ചമുളക് എടുത്തു, പിന്നെ അല്പം കുരുമുളക് എടുത്തു, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അല്പം ഉലുവായും കൂടെ എടുത്തു കേട്ടോ, 5-6 ഉലുവായും. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, വീട് അപ്പോൾ അല്പം കടുകിട്ടു. കടുകിട്ടതിന് ശേഷം കടുകിൻ്റെ കൂടെ കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് അല്പം ഉലുവായും കൂടി ഇടാം. അപ്പം ഞാൻ ഉലുവായും കൂടി ഇട്ടു, 1/2 ടീസ്പൂൺ. ഓക്കെ, അപ്പം ഇതൊന്ന് പൊട്ടട്ടെ. കഴിയുമ്പോൾ നമ്മൾ ഉള്ളി ഇട്ടു, അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി, അല്പം ഒന്ന് വഴറ്റിയെടുക്കാം. പകുതി വഴറ്റുമ്പോഴത്തേക്ക് ആ പച്ചമുളകും വെളുത്തുള്ളി പിന്നെ കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ ഞാനൊരു കരിയാപ്പില ഇട്ടു, ഒരു കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ. അത് കഴിഞ്ഞ് എവിടെയാണെങ്കിൽ ഈ വെളിയിൽ കുക്ക് ചെയ്യുന്ന വെളിയിലത്തെ അതെല്ലാം ഒന്ന് ഇടിച്ച് പൊടിച്ച് മാറ്റാൻ വേണ്ടി, അതാണ് ആകെ ഡേർട്ടിയായിട്ട് കിടക്കുന്നത്. ഞാനിത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പിന്നെ ഒരു ഏത്തയ്ക്ക ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വേഗം. വലുതായിട്ട് വട്ടത്തിലിട്ടാലും മതി, വലുതായി വട്ടത്തിലിട്ടാൽ വേഗം താമസിക്കും. അപ്പോൾ നമുക്ക് അതുകൂടി ഇടാം. അതുകൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പക്ഷെ ഞാൻ അതിനിടയ്ക്ക് വേറെ ഏതോ സൈഡ് ബിസിനസ്സിന് പോയി, എൻ്റെ ഇച്ചിരി കരിഞ്ഞു പോയി, അത്രയും ആകണ്ടായിരുന്നു. മല്ലി ഇട്ടു, ഇച്ചിരി ഞാൻ ക്യാമറ ഓഫായി പോയത് അറിഞ്ഞില്ല. ഞാൻ അതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞളും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെയാണ് ഇട്ടത്. അപ്പോൾ ഞാനത് ക്യാമറ ഓഫായെന്ന് അറിഞ്ഞില്ല. മഞ്ഞളും ഇട്ടു, അപ്പോൾ അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഇട്ടു. അപ്പോൾ അത് രണ്ടും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പും. അപ്പം നമുക്ക് നമ്മുടെ ഏത്തയ്ക്ക അതിനകത്തോട്ടിടാം. ഒത്തിരി പഴുത്ത് പോയ വേറൊരു ടേസ്റ്റ് വരും. എൻ്റെ അല്പം പഴുത്ത് പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല, ഞങ്ങൾക്ക് ഇവിടെ നല്ല ഏത്തയ്ക്ക കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല ഏത്തയ്ക്ക കിട്ടുമല്ലോ, ആ നന്നായി പഴുത്തത്, ഒത്തിരി അങ്ങ് ബ്ലാക്ക് ആകാത്ത ഏത്തയ്ക്ക. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഞാനിവിടെ, 1/2 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചു. അതിന് ശേഷം നമുക്കതിനെ ഒന്ന് വേവിക്കാം, അടച്ചു വെച്ചൊന്ന് വേവിക്കാം, ഒന്ന് ഇളക്കിയിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല കട്ട തൈര് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1-1.5 കപ്പ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതേണ്ടേ, ഇതൊരു 3-4 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അങ്ങ് വേകും. ഇത് ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് പെട്ടെന്ന് വേകും. ആ കരിഞ്ഞത് കൊണ്ട് എൻ്റെ ഒരു ഇച്ചിരി കളറ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ലൈറ്റ് യെല്ലോ ആയിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് തണുത്ത് കഴിയുമ്പം ഞാൻ ആ സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചതേ ഉള്ളൂ. തൈര് ഞാൻ മിക്സിക്കകത്തൊന്നും ഇട്ടില്ല. തണുത്ത് കഴിഞ്ഞ് അതിനകത്തോട്ടിട്ടു, നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മുടെ സ്പെഷ്യൽ കറി റെഡിയാണ്, പച്ചടി. അപ്പം ഏത്തയ്ക്ക പച്ചടി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. കറിയൊന്നും ഇല്ലെന്ന് നോക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന്, പക്ഷേ എനിക്ക് നല്ല ടേസ്റ്റുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഞാൻ തേങ്ങ ഒന്നും ഇട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും. അപ്പോൾ എനിക്ക് ഇന്ന് അതിനകത്തുനിന്ന് ചക്കയും കിട്ടി, ഫ്രോസൺ ചക്ക. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാവും, അതിൻ്റെ ഫോട്ടോ കിട്ടിയില്ല.